സിക്കുട്ടാ, സിക്കുട്ടാ, മോൾ എന്തിനാ കരയുന്നത്? എന്താ കാര്യം പറ. സിഹി, എന്തു പറ്റി? സാധനമേമ്മ, സിക്ക് എന്ത് പറ്റി? എന്തിനാ അവള് കരയുന്നത്? എനിക്കും അറിയില്ല റാം. എന്തു പറ്റി സിഹി? അല്ല, സാധാരണ അവൾ ഇങ്ങനെ ഇരുന്ന് കരയാറുള്ളതല്ല. എന്തു പറ്റി? എന്തെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അറിയില്ല മേമ്മ, സിഹിമോൾ ഇരുന്ന് കരയായിരുന്നു. എന്താണ് കാര്യമെന്ന് അവള് പറയുന്നില്ല. സിഹിമോളെ, എന്ത് പറ്റി? കാര്യം പറ പ്ലീസ്, ഡോണ്ട് ഹെസിറ്റേറ്റ്. മോളെ, എന്തു പറ്റി? അനി അങ്ങനെ പറഞ്ഞെന്നറിഞ്ഞ എല്ലാരും അവന് വഴക്കു പറയും. പിന്നെ ഒരിക്കലും അവൻ എന്റെ ഫ്രണ്ട് ആവുകയേ ഇല്ല. സോറി സീതമ്മ, ഞാൻ കളവ് പറയാണ്. ഒന്നുമില്ല, എനിക്ക് മുത്തശ്ശി ഉണ്ടാക്കുന്ന ഗൊജാവലിയൊക്കെ ഓർമ്മ വന്നു. അയ്യോ, അത്രേ ഉള്ളോ? അത് നിനക്ക് എന്നോട് ചോദിച്ചാ പോരെ സീക്കുട്ടാ. സാധാരണ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് പ്രിപ്പയർ ഗുഡ് ജോലക്കി. വാവ്, ബ്രില്യന്റ്. വന്ന് കേറിപ്പോഴേക്കും ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയോ? ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ? റാം, അവള് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു മാത്ര. കഴിക്കണമെന്നൊന്നും അവള് പറഞ്ഞിട്ടില്ലല്ലോ. മോളെ, അതൊക്കെ ഉണ്ടാക്കാൻ ഇനി ഒരുപാട് സമയം എടുക്കും. മോളിപ്പോ തൽക്കാലം ഇത് കഴിക്കേ. സാധാരണ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? റെസിപ്പി അറിയാവോ? ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കും ഇഷ്ടമാ. പക്ഷെ ചേച്ചി എന്നെ നോക്കുന്നത് കണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. മിണ്ടാതിരിക്കുന്ന നല്ലത്. റാം, അത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. റാം, നീ എന്താ ഇത്? ഇവിടെ എന്താ ഉള്ളത്? അത് അവള് കഴിച്ചോളും. അവൾ ഒരാൾക്ക് വേണ്ടി ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ കഴിയോ? നോ നോ നോ. സിഹിമോൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ അത് കഴിച്ചേ പറ്റൂ. ഇന്റർനെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ കുറെ റെസിപ്പി കിട്ടുമല്ലോ അതിനെപ്പറ്റി. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഐ ക്യാൻ ഡു എനിത്തിങ് ഫോർ യു ചക്കരെ. ഞാൻ തന്നെ നിനക്ക് ഉണ്ടാക്കി തരാം. ഓക്കെ, ഐ വിൽ ബി ബാക്ക്. ഇറ്റ്സ് ഓക്കെ അച്ഛാ, ഞാൻ നാളെ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളാം. എനിക്കിപ്പൊ ഇത് മതി. ബേബി, 15 മിനിറ്റ്സിൽ ഗൊജ്ജ വിളിക്ക് റെഡി ആയിരിക്കും. നീ ഉണ്ടായിരുന്നേ. റാം, നിനക്ക് സിഹിയേക്കാ കുറച്ച് വാശി കൂടുതലാ ഇപ്പൊ. ഇങ്ങോട്ട് മാറ്, ഞാൻ ഉണ്ടായിക്കോളാം. ഓഹോ, ഇപ്പൊ നിനക്ക് അവളുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി നീ ഉണ്ടാക്കാൻ പോവാ അല്ലേ? എക്സ്ക്യൂസ് മീ, അതിനൊന്നും ഇനി അവസരമില്ല. ഞാൻ തന്നെ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തോളാം. ഓ, ഇത്രയും കാലം നീയാണല്ലോ അവൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. നീ ഇത്ര കാലം ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇനി ഞാൻ നോക്കട്ടെ. നീ ഉണ്ടാക്കി അത് കഴിക്കാൻ കഴിയില്ല. അതെന്താ? അതേ സ്റ്റവിൽ തന്നെയല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരു ടേസ്റ്റ് ഒക്കെ വേണ്ടേ? ഹലോ, സ്കൂളില് ക്രീം ഉണ്ടാക്കുന്നതിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചവനാ ഞാൻ, അറിയോ? അതൊക്കെ കൊച്ചു കുട്ടികൾ ഉണ്ടാക്കും. അതൊക്കെ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണല്ലോ പറയുന്നേ. ക്രീം ഉണ്ടാക്കാൻ പാട് തന്നെയാ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാ. മേഡം ഒന്ന് മാറി തന്നാ ഞാൻ കുക്ക് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഒരു കപ്പ് കോഫി പോലും നിനക്ക് ഉണ്ടാക്കാൻ അറിയില്ല റാം. അത്രയ്ക്ക് ഏറെ ചിന്തിക്കണോ ഇപ്പോ? ആക്ച്വലി ടീ ആണല്ലോ ഇപ്പം. ആദ്യം അതെങ്കിലും നീറ്റായിട്ട് ചെയ്യാൻ പഠിക്കേ. അപ്പു, സീത, ഇതിനിപ്പോ നിങ്ങൾ രണ്ടുപേരും എന്തിനാ ബുദ്ധിമുട്ടുന്നേ? നിങ്ങൾ ഇങ്ങോട്ട് മാറി. ശ്വേത, കുറച്ച് ഗജ്വാല ഉണ്ടാക്ക്. കുഴപ്പമില്ലമ്മേ, ഞാൻ തന്നെ ഉണ്ടാക്കോളാം. അല്ല, ഗൊജ്വാല ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം റെസിപ്പി വേണമെന്നെങ്കിലും നിനക്കറിയാമോ? ഈ പറയുന്നത് നിനക്കറിയാവോ? ഒരു മിനിറ്റ്. ഇവളിതെന്താ? അച്ഛന് നേരത്തെ കോഫി കൊണ്ടുപോയി കൊടുത്തു, പൂജാമുറിയിൽ പൂജ ചെയ്തു, ഇപ്പതേ അടുക്കളയിലും കയറുന്നു. ഇവിടെ എനിക്ക് ബാക്കിയുണ്ടായിരുന്നത് ഇത് മാത്രമാ. അത് ഇവള് വിടില്ലെന്നാ തോന്നുന്നത്. ഇതിപ്പോ എന്താ? അടുക്കള ഭാഗത്തുനിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. ഇന്നെന്താ സ്പെഷ്യല്? ഇന്നാണെങ്കിൽ സിഹിമോക്ക് ഗൊജ്വാലക്ക് കഴിക്കാൻ ഒരു ആഗ്രഹം. അതുകൊണ്ട് സീത ഇത് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഓ, അതാണ് ഒരു മണം വരുന്നേ. വായിൽ വെള്ളം വന്നിരിക്ക. മോളെ, നിന്റെ ഗൊജ്വാലക്ക് എനിക്ക് കുറച്ച് തരാമോ മോളെ? ഓക്കേ മുത്തശ്ശ. മുത്തശ്ശ,
എല്ലാവർക്കും ചേർത്തുണ്ടാക്കിയിട്ടുണ്ട്. ഓ ഭീമ, അമ്മേ നിങ്ങൾ ഇരിക്കെ, ഞാൻ തന്നെ വിളമ്പി തരാം. അപ്പൊ ബാറ്റിംഗ് തുടങ്ങാം. ആഹാ, എന്താ സ്പെഷ്യല്? ഗുജ്വാലക്കി. ആഹാ, വർഷം എത്രയായിരുന്നു ഈ സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ട്? സീത, നമ്മുടെ അച്ഛന് ഇതത്ര കഴിക്കാൻ പറ്റില്ല. അച്ഛന് അസിഡിറ്റി അധികമാവും. അതുകൊണ്ട് കുറച്ച് കൊടുത്താൽ മതി. സീത, നീ ഇരിക്കേ. വേണ്ട റാം, ഞാൻ പിന്നെ കഴിച്ചോളാം. എല്ലാവരുടെയും കൂടെ ഇരുന്ന് വേണ്ടേ നീയും കഴിക്കാൻ? റാം, ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സന്തോഷമാണെങ്കിൽ അത് വിളമ്പി കൊടുക്കുന്നത് വേറെ സന്തോഷാ. നിങ്ങൾ എല്ലാരും കഴിക്ക്, ഞാൻ വിളമ്പി തരാം. സീത, നമ്മുടെ വീട്ടിൽ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. വീട്ടുജോലിക്കും പുറം ജോലിക്കും ഒക്കെ ആൾക്കാരുണ്ട്. അല്ല, വന്നപ്പോ തന്നെ എന്റെ ജോലിയൊക്കെ നീ തട്ടിയെടുത്ത് ചെയ്യുവാണോ? ഞാനിപ്പോ മടിച്ചിയായിട്ട് എല്ലാം ചെയ്യാൻ മറന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും അല്ല. സീത ഇരിക്കെ. സാധന, നീയും വന്നിരിക്കെ. അങ്ങോട്ടിരിക്കുമോളെ, ഇരിക്ക. സീതമ്മ ഇരിക്ക. നീ നമ്മുടെ വീട്ടില് നമ്മള് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മള് വിളമ്പി കഴിക്കാറില്ലേ? അതേപോലെ നീ ഇരുന്ന് കഴിച്ചോ. സീത, മറ്റുള്ളവരുടെ വീട്ടില് മരുമകൾ അവർക്ക് വിളമ്പി കൊടുക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ എന്റെ മരുമകൾക്ക് വിളമ്പി കൊടുക്കും. സീത, നന്നായിട്ടുണ്ട് മോളെ. താങ്ക് യു മുത്തശ്ശ. ഞാൻ വെറുതെ മുഖസ്തുതി പറയുന്നതല്ല, നന്നായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി അമ്മ ഇതിനേക്കാട്ടി നന്നായിട്ടുണ്ടാക്കും ഗജ്വാലക്കൊക്കെ. വെരി വെരി യമ്മി. അച്ഛാ, ഇതധികം കഴിക്കാൻ പാടില്ല അച്ഛ. മതി. ദോശയുണ്ട്, അത് കഴിക്കേ. അയ്യോ മോളെ, വേണ്ട വേണ്ട വേണ്ട, ഇന്ന് ദോശയൊന്നും വേണ്ട. ഇത് വളരെ നന്നായിട്ടുണ്ട്. മോള് കുറച്ച് ഗജ്വാലക്ക് വിളമ്പിത്താ മോളെ. അച്ഛാ പ്ലീസ് മോളെ. ശരി, ഞാൻ കുറച്ചെടുത്ത് തരാം. പക്ഷെ ഇനിയും ചോദിച്ചേക്കരുത്. വേണ്ട മോളെ, മതി മതി. താങ്ക് യു സീത. എന്റെ മകൾക്ക് വേണ്ടി ഞാനിത് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പക്ഷെ അതിന് നന്നായി നീ ഉണ്ടാക്കി. വെരി ഗുഡ്. ബൈ ചാൻസ് ഞാനാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നല്ലേ? അല്ല, ഇതാ നല്ലത് അല്ലേ? ആഹാ, സീത, ഇന്നത്തെ ഭക്ഷണം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. ഇനി എല്ലാ ദിവസവും ഇതുപോലെ രുചികരമായ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സെഞ്ചുറി അടിച്ചുകൊണ്ടേയിരിക്കും. അതാ. അതിനെന്താ ചെറിയച്ച, ഉറപ്പായോ ഉണ്ടാക്കാം. അയ്യോ സീതേ, നീ ബുദ്ധിമുട്ടുന്ന എന്തിനാ? കുക്ക് ഇവിടെ ഉണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ചില രുചികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കും മോളെ. അടുക്കളയിൽ എത്ര ആളുകളുണ്ടെങ്കിലും എന്റെ വാണിമോളെ എന്നും രാവിലെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമായിരുന്നു. നീയും അതുപോലെ രാവിലെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കണേ. മുത്തശ്ശ, ഇതൊക്കെ പ്രത്യേകം പറയണോ? ഞാൻ ഇന്നും എഴുന്നേറ്റ് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാം. നടക്കില്ല സീത. ഇന്നിപ്പൊ സിഹി വാശി പിടിച്ചതുകൊണ്ടാ നിനക്ക് അതിനുള്ള പെർമിഷൻ തന്നെ. അത് പക്ഷെ ഇന്നും നടക്കില്ലേ? അച്ഛാ, അച്ഛന് സീത ഉണ്ടാക്കിയ ഫുഡ് ഇഷ്ടമായെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വേലക്കാരോട് പറയാൻ പറ. അവരുണ്ടാക്കി തന്നോളും. ഇവൾ ഇവിടുത്തെ മരുമകളാ. എന്റെ മരുമകളെ വീട്ടുകാര്യങ്ങളും ജോലിക്കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഭാർഗവി, സീതയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ.
ഇത് അവളുടെ വീടാ. ഞാൻ എന്തായാലും അവളോട് ഇത് ചെയ്യേണ്ടെന്നൊന്നും പറയില്ല. അവൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവൾ ഇവിടെ ചെയ്തോട്ടെന്ന്. അമ്മേ, ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. സീത, നിന്റെ ലഞ്ച് ബോക്സിന്റെ മഹിമ ഇപ്പോഴാ മനസ്സിലാവുന്നേ. എന്റെ കൊച്ചുമോൻ വെറുതെ പ്രേമിച്ചതല്ല. എന്താടാ നോക്കി പേടിപ്പിക്കുന്നത്? എന്താ അവളുടെ കൈപുണ്യത്തിലല്ലേ നീ വീണത്? മുത്തശ്ശ, കണ്ടോ സത്യം പറഞ്ഞ് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടവന്. അതെ, എനിക്ക് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമാണ്. പക്ഷേ പാചകം മാത്രമല്ല, ടോട്ടലി പറഞ്ഞ ഞാൻ സീതയുടെ ഒരു ഫാനാ. അല്ല, ഇതിപ്പോ പറയുന്നതിന് ഇപ്പൊ എന്താ തെറ്റ്? That's a fact, യാർ. ഫാക്ടോ? സീത, ഇപ്പൊ ഇവിടെ അശോകം വേണമായിരുന്നു നിന്റെ ഭർത്താവിനെ എന്ന് കളിയാക്കി വയറ് നിറച്ച് വിട്ടേനെ ഇപ്പോ. സീത ഒന്ന് വിളിച്ചു നോക്കിയാൽ. സീത ഹലോ, പറയൂ ഏട്ടത്തി, സുഖാണോ? ഒന്നും പറയണ്ട, അങ്ങനെ പോന്നു. നിനക്ക് സുഖാണോ? ഏട്ടത്തി, എന്താ പറ്റിയത്? എന്താ വല്ലാത്ത പോലെ? ഞാൻ എന്താ പറയണ്ടേ സീത? ഒരു വർഷത്തെ ചോർച്ച അടച്ച വേറെ 10 വർഷത്തെ ചോർച്ച വരും. അതാ ഞങ്ങളുടെ അവസ്ഥ. ചെലവിനുള്ള കാശ് പോലും ഇല്ല സീത. എനിക്കാണെങ്കിൽ കാലുവേദന, നടുവേദന. ആശുപത്രി പോവാനാണെങ്കിൽ നിന്റെ ചേട്ടന്റെ പേടകത്തിന്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ? ആ വണ്ടി ഇനി അടക്കം ചെയ്യാനേ പറ്റൂ. സെക്കൻഡ് ഹാൻഡ് ആണേലും ശരി, നല്ല കണ്ടീഷനിലുള്ള ഒരു വണ്ടി വാങ്ങിക്കുമെന്ന് ആ മെക്കാനിക് എപ്പോഴും ഞങ്ങളോട് പറയും. വണ്ടി പോട്ടെ, ഞങ്ങളുടെ അന്നന്നത്തെ ജീവിതം തന്നെ വലിയ ബുദ്ധിമുട്ടാ. മഴക്കാലത്ത് എല്ലാവരും ബജിയും വടയൊക്കെ ചൂടായിട്ട് ഉണ്ടാക്കി വീട്ടിലിരുന്ന് കഴിക്കുമ്പോ ഞങ്ങള് കഞ്ഞിയിലുള്ള അരി എണ്ണിയാ കഴിക്കുന്നത്. പിന്നെ എന്താ ഞാൻ പറയണ്ട സീത? ഇത്രയും ദിവസം ഇങ്ങനെയൊക്കെ പോയില്ലേ, ഇപ്പൊ പെട്ടെന്ന് എന്താ ഇവരിങ്ങനെയെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. നിന്റെ കല്യാണത്തിന്റെ ചെലവെല്ലാം നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരായിരിക്കും നോക്കിയത്. പക്ഷെ ഞങ്ങൾ ഓടിയ ഓട്ടം കുറവാണോ? ആ വണ്ടി ഇത്രയും ദിവസം നിന്നത് തന്നെ ഭാഗ്യം. സർവീസിന് കൊടുത്തപ്പം ബാറ്ററി ചേഞ്ച് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ആ മെക്കാനിക്ക് വലിയൊരു ലിസ്റ്റും തന്നിട്ടുണ്ട്. തോന്നിയ പോലെയൊക്കെ ചെലവാക്കാൻ ഇവിടെ എന്താ പൈസ വല്ലതും അടുക്കി വെച്ചിട്ടുണ്ടോ? ഐശ്വര്യമൊക്കെ വന്നത് നിനക്കല്ലേ സീത, ഞങ്ങൾക്കല്ലല്ലോ. ഞങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെയാ. ഏട്ടത്തി, നിങ്ങളിപ്പോ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. നിങ്ങള് വണ്ടി ബുക്ക് ചെയ്തോളൂ, ഞാൻ പൈസ അറേഞ്ച് ചെയ്ത് തരാം. ആണോ? സത്യമായിട്ടും? അയ്യോ സീത, നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്ക് അറിയായിരുന്നു. പാവോ നീ. നിന്നോട് ഇതൊന്നും പറയണ്ടെന്ന് ഞാൻ കരുതിയതാ മോളെ. എന്ത് ചെയ്യാനാ, നമ്മുടെ കഷ്ടപ്പാടൊക്കെ നമ്മുടെ സ്വന്തക്കാരോടല്ലേ പറയാൻ പറ്റൂ. ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇങ്ങനെ പോകുന്നു സീത. ഇത്രയും നേരം പറഞ്ഞില്ലേ അവസ്ഥയൊക്കെ? ഏട്ടത്തി, നിങ്ങളിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കോളാം. എനിക്കിപ്പോ ഓഫീസിലേക്ക് ഇറങ്ങണം. ഞാൻ പിന്നെ വിളിച്ചോളാം. ഏട്ടനോട് അന്വേഷണം പറഞ്ഞേക്ക്. പറയാം. സീത, നീ ശ്രദ്ധിക്കണേ. ഓക്കെ ഏട്ടത്തി, ബൈ. അപ്പൊ ഈ ആഴ്ചത്തെ ചെലവിന് തീരുമാനമായി. ഏട്ടനെ വിളിച്ചു നോക്കട്ടെ. സിഹി, ഗജ്വലിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു ബഡ്ഡി ബംഗാരി അമ്മ ആന്റി. ഇനി മുതല് നിനക്ക് എന്താ വേണ്ടേന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മുഖം വീർപ്പിച്ച് വെച്ചാ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്ക? ഇനി മുതല്
ഈ സിഹിക്കുട്ടിക്ക് എന്ത് ഇഷ്ടം തോന്നിയാലും ഈ ബഡ്ഡി ബംഗാരം ആന്റിയോട് വന്ന് ചോദിച്ചേക്കണം, കേട്ടല്ലോ? ഓക്കേ. അനി, ഇന്നത്തെ നിന്റെ ബാറ്റിംഗ് വളരെ മോശമായിരുന്നു. ആ സിമ്പിൾ ബോളിൽ 10 റൺസ് എടുത്തിട്ട് ഔട്ടായി. എടാ, ഒരു ഹാഫ് സെഞ്ചുറിയെങ്കിലും അടിച്ചിട്ട് പോകാൻ പാടില്ലായിരുന്നോടാ. അതുപോട്ടെ, നിന്റെ സീത ചേച്ചി നല്ല ഗുജ്വാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിക്കുന്നോടാ? What is that? എനിക്കത് വേണ്ട. മാങ്ങാത്തൊലി. നിനക്കത് എന്താന്ന് പോലും അറിയില്ലടാ. ആ അവനെ നിർബന്ധിച്ച് കഴിപ്പിക്കണം. ഒരു സ്പൂൺ അവൻ കഴിച്ചു കഴിഞ്ഞാ ചേച്ചി അത് തന്നെ ദിവസം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും അവൻ. ശരിയാച്ചാ. അപ്പൊ ശരി, ഇനി ടൈം ആയിട്ടുണ്ട്. ബൈ. ബൈ. അനി, ബൈ മോനെ. സീത ഇറങ്ങിയാലോ? ആ വരുന്നു. സിക്കുട്ടാ, വീട്ടില് മേമേ മുത്തശ്ശനും അങ്കിളും ഒക്കെ ഉണ്ട്. നിനക്ക് എന്ത് വേണമെങ്കിലും അവരോട് ചോദിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഞാൻ സീതമേ ഓഫീസിൽ പോയി വരാം. ഓഫീസിലേക്കോ? സീതയും ഓഫീസിലേക്ക് വരുന്നുണ്ടോ? സീതയും വരുന്നുണ്ടോ ഓഫീസിലേക്ക്? യാ മേമ. വാട്ട്സ് റോങ് വിത്ത് യു അപ്പു? ഇപ്പോഴല്ല കല്യാണം കഴിഞ്ഞത്, അപ്പോഴത്തേക്ക് അവളെ ഓഫീസിലേക്ക് വിളിച്ചോണ്ട് പോകുന്നത് എന്തിനാന്ന് മനസ്സിലാവാത്ത. അച്ഛനെങ്കിൽ ഇവരോടൊന്ന് പറച്ചാ. അവൾ ഇതുവരെ ഈ വീട് മുഴുവൻ പോലും കണ്ടിട്ടില്ല. അപ്പോഴേക്ക് അവനെ ഓഫീസിലേക്ക് വിളിച്ചോണ്ട് പോവും അവളെ. പാവം, ഒറ്റയ്ക്ക് അവൾ എത്രയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാച്ച. എന്നോട് എപ്പോഴും പറയല്ലോ, നീ ഇങ്ങനെ വെറുതെ ഓഫീസിലെ ജോലിയും വീട്ടു ജോലിയും കൂടി ഏറ്റെടുക്കണ്ടെന്ന്. അവൾക്കും അതേ റൂളല്ല അച്ഛാ. അച്ഛനെങ്കിലും പറ അവളോടൊന്നും വേണ്ടെന്ന്. അതോ, അത് പാവം പുതിയ പാർട്ട്ണർഷിപ്പ് അല്ലേ. ക്രീസിലുള്ളവർക്ക് പരസ്പരം വിട്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് സീതയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിരിക്കാം രാമൻ. അല്ലടാ രാമ? ഒരു സെക്കൻഡ് ഈ സംസാരമൊക്കെ ഒന്ന് നിർത്താമോ? സീതയുടെ കാര്യം നിൽക്കട്ടെ, നീ എന്തിനാ ഓഫീസിലേക്ക് പോകുന്നത്? എന്താ തിരക്ക്? നിങ്ങൾ ഒരുങ്ങി വരുന്നത് കണ്ടപ്പോ എവിടെയോ കറങ്ങാൻ പോവാന്നാ ഞാൻ കരുതി. ഓഫീസിലേക്ക് എത്ര? ഓഫീസ് കറങ്ങി എവിടെയെങ്കിലും പോവുക, അവിടെ കാണും. മുത്തശ്ശ, എനിക്ക് ഓഫീസിൽ ഒരുപാട് പെൻഡിങ് വർക്കുകളുണ്ട്. ഐ ഹാവ് ടു ഗോ. നിന്റെ ആത്മമിത്ര ഒരുത്തനില്ലേടാ? മലേഷ്യയിലും ബാംഗ്ലൂരും ദുബായിലും ഒക്കെ സർക്കിട്ട് നടത്തുന്ന ഒരുത്തൻ. അവൻ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നേ? നിനക്ക് വേണ്ടിയല്ലേ? അവന്റെ ആ പരിശ്രമത്തിനെങ്കിലും ഒന്ന് ബഹുമാനിച്ച് ഒരു 4 ദിവസം ഭാര്യയായിട്ട് കറങ്ങി വന്നൂടാ. മുത്തശ്ശ, അശോകൻ അധികം പ്രഷർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാനും റാമുവിനെ എപ്പോഴും ഒരുമിച്ചായിരിക്കും. കറങ്ങാനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. പക്ഷേ യൗവനകാലം എപ്പോഴും കൂടെ ഉണ്ടാവില്ല. ഈ പ്രായത്തിൽ മാത്രമേ കാണൂ. ഇന്നത്തെ കുട്ടികളോടെ ഹണിമൂണിന് പോയിട്ട് പാടാന്ന് ഈ തല നരച്ച കിളവൻ പറഞ്ഞു തന്നിട്ട് വേണം. നിങ്ങളായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കാണുമെന്ന് ഞാൻ കരുതിയപ്പോ ഓഫീസിൽ പോണോ? അത്ര ഓഫീസിൽ സീതേ, അവന്റെ ആ ചെവി പിടിച്ച് എങ്ങോട്ടെങ്കിലും പോകുന്നതിന് പകരം അവന്റെ കൂടെ ഓഫീസിലേക്ക് പോകുന്ന എന്തിനാ? അതല്ല മുത്തശ്ശ, കല്യാണത്തിന് ഒരുപാട് ദിവസം ലീവ് എടുത്തിരുന്നു. റൊട്ടീൻ കണ്ടിന്യൂ ചെയ്യണ്ടേ? ഒരുപാട് ജോലി പെൻഡിങ് ഉണ്ട്. സിഹിക്കുന്ന ആള് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ. സീത, പ്ലീസ് ഡോണ്ട് മിസ്റ്റേക്ക് മീ. നീ ഓഫീസിലേക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ നീ സിഹിയെ കുറിച്ചും കൂടി ഒന്ന് ആലോചിച്ചു നോക്ക്. അവൾക്ക് ഈ വീട് ഇപ്പോഴും പുതിയതാ. അത് മാത്രമല്ല, ജോത്സര് പറഞ്ഞില്ലേ അവൾക്ക് ഈ വീട്ടിൽ എന്തോ അപകടം ഉണ്ടാവുന്നു. ജോത്സര് പറഞ്ഞില്ലേ അവൾക്ക് ഈ വീട്ടിൽ എന്തോ അപകടം ഉണ്ടാവുന്നു.
അവൾക്ക് എന്താ വേണ്ടത് വേണ്ടെന്നൊന്നും വാ തുറന്ന് അവൾ ആരോടും ചോദിക്കില്ല സീത. ഒരു കൊച്ചുകുട്ടിയല്ലേ, പാവം. അവളെ കുറിച്ച് നീ ഒന്ന് ആലോചിക്ക് സീത. ആ സീതെ, സീക്ക് ഇത് പുതിയൊരു വീടാ. പരിചയമാവാൻ കുറച്ചുകൂടെ സമയം എടുക്കും അവക്ക്. അതുവരെ നീ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത്. കറക്റ്റാണല്ലോ മേമ. സിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നിനക്ക് സിയോടെ നിൽക്കാൻ പറ്റുമോ? അത് ഓക്കെ റാം. അറ്റ്ലീസ്റ്റ് ഓഫീസിലേക്ക് വന്ന് ലീവ് എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് വരാലോ. ഐ യു ജോക്കിംഗ്? സീത, നീ ഇപ്പൊ വെറും ഒരു എംപ്ലോയി അല്ല, ദ ഓണർ ഓഫ് ദിസ് കമ്പനി. ഈ വീട്ടിലെ മരുമകൾ എന്ന നിലയ്ക്ക് അവൾക്ക് ലഭിക്കേണ്ട ആദരവും ബഹുമാനവും എല്ലാം ലഭിക്കേണ്ട വിധത്തിൽ അവൾക്ക് ലഭിക്കും. അവൾക്ക് തുണയായി ഞാൻ എപ്പോഴും ഉണ്ടാകും. അതേടാ, ഒരു ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെ ഓണറാ എന്ന് കരുതി അതും പറഞ്ഞ് എന്നെ സൂചിപ്പിച്ച് നീ പോവല്ലേ. ആദ്യം നിങ്ങൾ ഹണിമൂണിന് പോകുന്നത് ചർച്ച ചെയ്തിട്ട് എന്നോട് പറ. അവിടെ ഓഫീസിൽ പോയി കൊട്ടാരം പണിയാനല്ല കല്യാണം നടത്തിയത്. അച്ഛാ, സീത എങ്ങോട്ടും പോകുന്നില്ല. ഇന്നൊരൊറ്റ ദിവസം വേണമെങ്കിൽ അപ്പോ ഓഫീസിൽ പോയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇവരെ രണ്ടുപേരെയും ഒരാഴ്ചത്തേക്ക് ഹണിമൂൺ അയക്കാം. സീത, നീ പോയിട്ട് അപ്പുവിനെ വിട്ടിട്ട് വാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നാ അച്ഛൻ ഇനിയും ലെക്ചർ അടിക്കാൻ തുടങ്ങും. താങ്ക് യു സോ മച്ച് മേമ. വൈകിട്ട് വേഗം വരാട്ടോ. ബൈ ബൈ. ബൈ അച്ഛാ. ബൈ. ഏയ് സിഹി, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്റെ കൂടെ വാ.